ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു ദി ന്യൂ സെഷൻ ഓഫ് പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസ്. നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് ഇ ഗവേണൻസ് ആണ്. എന്താണ് ഇ ഗവേണൻസ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസൊക്കെ ICT ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറഞ്ഞത്, ഇ ഗവേണൻസ് എന്ന്. അതിന് സിറ്റിസൺസിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഏജൻസികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനോ ഒക്കെ ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഇ ഗവേണൻസ്. ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭരണകാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യുക, ഇലക്ട്രോണിക് ഡിവൈസുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉപയോഗിക്കുക. അതാണ് ഇ ഗവേണൻസ്. നമുക്കതിൻ്റെ ടൈപ്സാണ് പറയാനുള്ളത്. G2C ഗവൺമെൻറ് ടു സിറ്റിസൺസ്, ദെൻ ഗവൺമെൻറ് ടു എംപ്ലോയീസ്, ദെൻ ഗവൺമെൻറ് ടു ബിസിനസ് ആൻഡ് ഗവൺമെൻറ് ടു ഗവൺമെൻറ്. ഓക്കെ, G2C പറഞ്ഞാൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ സിറ്റിസൺസും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷന്. G2E പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയിയും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷന്. ഓക്കെ, ദെൻ G2B പറഞ്ഞാൽ ഗവൺമെൻറ്റും ആ ഒരു രാജ്യത്തുള്ള ഓർഗനൈസേഷനും ബിസിനസ്സുകളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ. ദെൻ G2G ഗവൺമെൻറ്റിൻ്റെ തന്നെ മറ്റ് ഏജൻസികളും തമ്മിലുള്ള ഇൻട്രാക്ഷന്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ടൈപ്സ് ഓഫ് ഇ ഗവേണൻസിൽ പറയാനുള്ളത്. ദെൻ നമുക്ക് ഇതാണ് ഇ ഗവേണൻസിൻ്റെ ഇൻട്രാക്ഷനാണ് പറഞ്ഞത്. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ടീംസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, ഗവൺമെൻറ്റിൻ്റെ മറ്റ് അതോറിറ്റികളും അല്ലെങ്കിൽ മറ്റ് ഏജൻസികളും തമ്മിലുള്ള അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്. ദെൻ ഗവൺമെൻറ് ടു സിറ്റിസൺ, ദെൻ ഗവൺമെൻറ് ടു ബിസിനസ് അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സിവിൽ സൊസൈറ്റി, ദെൻ ഗവൺമെൻറ് ടു എംപ്ലോയീസ്. ഇതാണ് ആ ഒരു ഇൻട്രാക്ഷൻ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഗവൺമെൻറ് ടു സിറ്റിസൺസ്. എന്താണ് ഗവൺമെൻറ് ടു സിറ്റിസൺസ് എന്നുള്ളത്? ഗവൺമെൻറ്റും സിറ്റിസൺസും ഒരുപാട് ഇൻട്രാക്ഷൻസ് നടത്തേണ്ടതായിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ജനങ്ങൾ ഗവൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തണം. ഫോം, ബർത്ത് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മരണ സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മാരേജ് സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ ഇൻകം സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ, അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റിനൊക്കെ വേണ്ടിയിട്ട് സിറ്റിസൺസ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഓൺലൈനായിട്ട് ഒരു സിറ്റിസൺസും ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷനാണ് നമ്മൾ G2C കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് സിറ്റിസൺസ്. ഗവൺമെൻറ്റും സിറ്റിസൺസ് തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻസ്. ദെൻ ഇറ്റ് ഇൻക്ലൂഡ് ഇതാണ് ബേസിക് സിറ്റിസൺ സർവീസസ് സച്ച് ആസ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്, ഡെത്ത്, മാരേജ് സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റ്, മരണ സർട്ടിഫിക്കറ്റ് ഒക്കെ രജിസ്ട്രേഷൻ ഓൺലൈനിലൂടെ രജിസ്റ്റർ ചെയ്യുക. അതൊക്കെ ബേസിക് ആയിട്ടുള്ള സർവീസുകളാണ്. ദെൻ ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ സർവീസസ്. ദെൻ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് ഫയലിംഗ്. ഇപ്പം GSTൻ്റെ കേസിലൊക്കെ എന്താണ്, ടാക്സ് ഫയലിംഗ് ഒക്കെ ഓൺലൈനിലൂടെയാണ്. അതുപോലെ തന്നെ ഇൻകം ടാക്സും എന്താണ്, ഓൺലൈനിലൂടെയാണ് ഫയൽ ചെയ്യൽ. ദെൻ നാഷണൽ പോർട്ടൽ ഓഫ് ഇന്ത്യൻ്റെ ഈ ഒരു സിറ്റിസൺസിന് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു പോർട്ടലാണ് India.gov.in. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ഒരു സിറ്റിസണ് ഡിഫറെൻറ്റ് പർപ്പസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇൻട്രാക്ഷൻ ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിൽ ഇൻട്രാക്ഷൻ ഓൺലൈനായിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, G2C എന്ന് പറയുന്നത്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പോർട്ടലാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് India.gov.in എന്നുള്ളത്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അക്ഷയയിലൂടെ പോലെ ഇൻകം, നേറ്റിവിറ്റി, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ അതുപോലെ തന്നെ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ, ഇൻകം ടാക്സ് ഫയൽ ചെയ്യാനൊക്കെ ഓൺലൈനിലൂടെയാണല്ലോ നമ്മൾ ഫയൽ ചെയ്യുന്നത്. അതിനെയാണ് എന്ത് പറഞ്ഞത്, G2C കൊണ്ട് ഉദ്ദേശിച്ചത്. ഇറ്റ് ഈസ് ദ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് സിറ്റിസൺസ്. ദ നെക്സ്റ്റ് ഗവൺമെൻറ് ടു ബിസിനസ്. എന്താണ് ബിസിനസ്സുമായിട്ട് ഗവൺമെൻറ് ഇൻട്രാക്ഷൻ ചെയ്യുക അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് ബിസിനസ് ഓർഗനൈസേഷൻസ്. ബിസിനസ് ഓർഗനൈസേഷനും ഗവൺമെൻറ്റും ഈ ഒരു ഓൺലൈനിലൂടെ ഇൻട്രാക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞത് G2B കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ബിസിനസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഓൺലൈനിലൂടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഇൻട്രാക്ഷൻസ് എന്ത് ചെയ്യുക, ഓൺലൈനിലൂടെ നടത്തുന്നതിനെയാണ് G2B കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനൊക്കെ വേണ്ടി വരും, ഡിസമിനേഷൻ ഓഫ് പോളിസീസ്, മെമ്മോസ്. എന്താണ് ഗവൺമെൻറ്റിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോളിസീസ് അല്ലെങ്കിൽ മെമ്മോസൊക്കെ ആ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എത്തിക്കാൻ ഇൻഫർമേഷൻസ് ഷെയറിങ്ങിന് വേണ്ടിയിട്ട്. ദെൻ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഗവൺമെൻറ് ഓരോ റൂൾസ് റെഗുലേഷൻസ് ഉണ്ടാവില്ലേ, ആ റൂൾസ് റെഗുലേഷൻസും എത്തിക്കാൻ വേണ്ടിയിട്ട്, ബിസിനസ് ഓർഗനൈസേഷൻക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ബിസിനസ് ഇൻഫർമേഷൻസ്. ദെൻ അപ്ലിക്കേഷൻ ഫോംസ്. ബിസിനസ്സിൻ്റെ കേസിലോ ബിസിനസ്സിന് അപ്ലൈ ചെയ്യേണ്ടിയല്ലോ ചില കാര്യങ്ങൾക്ക് വേണ്ടി അത്തരത്തിൽ അപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ലൈസൻസ് റിന്യൂ ചെയ്യാൻ, അതുപോലെ തന്നെ രജിസ്ട്രേഷന്, ദെൻ ടാക്സ് പേ ചെയ്യാനൊക്കെ എന്താണ്
അല്ലേ ഓൺലൈനിലൂടെയാണ് ഗവൺമെൻറ് ചെയ്യാറുള്ളത്. അതാണ് ഗവൺമെൻറ്റും ബിസിനസ് ഓർഗനൈസേഷനും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനെയാണ് നമ്മൾ G2B കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ബിസിനസ് പോർട്ടലാണ് business.gov.in എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബിസിനസ്സും ഗവൺമെൻറ്റും തമ്മിലുള്ള ഓൺലൈനായിട്ടുള്ള ഇൻട്രാക്ഷനെയാണ് നമ്മൾ G2B എന്ന് പറയുന്നത്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലേ ഗവൺമെൻറ് ബിസിനസ്സുമായിട്ടും ബിസിനസ് ഓർഗനൈസേഷൻ ഗവൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ഷൻ നടത്തേണ്ടി വരും. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത് G2B കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഗവൺമെൻറ് ടു എംപ്ലോയി. ഓക്കെ, ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയി ആയിട്ട് ഓൺലൈനിലൂടെ അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ നടത്തേണ്ടി വരും. അതിനെയാണ് G2E കൊണ്ട് ഉദ്ദേശിച്ചത്. എംപ്ലോയീസും അല്ലേ ഗവൺമെൻറ്റും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനെയാണ് G2E കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്തിനൊക്കെ വേണ്ടി വരും? ഓൺലൈൻ കോൺഫറൻസ് ഫോർ എംപ്ലോയി ഇല്ലേ, ഗവൺമെൻറ്റും അതുപോലെ തന്നെ എംപ്ലോയിയും ഓൺലൈനിലൂടെ കോൺഫറൻസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയീസിന് ഓൺലൈനിലൂടെ ട്രെയിനിങ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഗവൺമെൻറ് അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ട് ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ്റും എംപ്ലോയീസും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനെയാണ് നമ്മൾ G2E കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഗവൺമെൻറ് എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻട്രാക്ഷൻ, എസ്പെഷ്യലി എന്താണ് എത്ര ലീവ് ഉണ്ട് ഇനി എടുക്കാൻ അല്ലെങ്കിൽ ആനുവൽ ലീവിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ അല്ലേ, അപ്പോൾ ഓൺലൈനിലൂടെയാണല്ലോ അപ്ലൈ ചെയ്യൽ അതിന് വേണ്ടി. സോ ഗവൺമെൻറ്റും എംപ്ലോയീസും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത് ഗവൺമെൻറ് ടു എംപ്ലോയീസ്. അതിൻ്റെ ഒരു പോർട്ടലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് www.egov.online.net. ഇത് നാഷണൽ പോർട്ടലാണ്, എംപ്ലോയീസിൻ്റെ ഒരു നാഷണൽ പോർട്ടലാണ് ഈ www.egov.online.net എന്നുള്ളത്. Simply we can say that it is a transaction or communication or interaction between government and its employees. The next ഗവൺ ടു ഗവൺമെൻറ്. എന്താണ് ഗവൺമെൻറ് ടു ഗവൺമെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റ് ഏജൻസികൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മറ്റ് അതോറിറ്റികൾ തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷനെയാണ് നമ്മൾ ഗവൺമെൻറ് ടു ഗവൺമെൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. G2E ഈസ് ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദി സെൻട്രൽ or national and local government and between government department and agencies and organization. എന്താണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, ഈ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഡിസ്ട്രിക്ട് ആയിട്ടുള്ള ആ ഒരു കൗൺസിലും തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷന്, അല്ലെങ്കിൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റോ തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷന്, അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത് G2G കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിലെന്തൊക്കെ ഉൾക്കൊള്ളും? റെക്കോർഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡ്സ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആണെന്നുണ്ടെങ്കിൽ അല്ലേ ആ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് അത് എക്സ്ചേഞ്ച് ചെയ്യാൻ, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് പോളിസീസ്, ഇനി എന്തെങ്കിലും സ്കീം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് എത്തിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ രണ്ട് ഏജൻസികൾ തമ്മിൽ എന്ത് ചെയ്യാണ് ഓൺലൈനിലൂടെ ഇൻട്രാക്ഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ G2G കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കീംസ്, പ്ലാൻ, ഇനീഷ്യേറ്റീവ്സ് അല്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് മറ്റ് ഗവൺമെൻറ് ഏജൻസികളിലേക്ക് അല്ലെങ്കിൽ മറ്റ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ICT ഉപയോഗിച്ചിട്ട് എത്തിക്കുക. സോ ദാറ്റ് ഈസ് ഗവൺമെൻറ് ടു ഗവൺമെൻറ്. ഇത്ര കാര്യങ്ങളാണ് ടൈപ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ദെൻ ഇനി ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യയിൽ ഇ ഗവേണൻസിൻ്റെ ഇനീഷ്യേറ്റീവ്സ് ഏതൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കണം. കാരണം ജനങ്ങളെ ഇത്രത്തോളം ഗവൺമെൻറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ സിംപ്ലി നമുക്ക് പറയാം ഗവൺമെൻറ് ഫോർ പബ്ലിക് എന്നുള്ളതാണ് ഈ ഒരു ഇ ഗവേണൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എല്ലാ സ്കീമും ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലേ ഓൺലൈനിലൂടെ ആകുമ്പം ഏറെക്കുറെ ആ ഒരു ആക്സസിബിലിറ്റി ഉള്ള ഏരിയയിൽ എന്ത് ചെയ്യും, എല്ലാ സ്കീംസും ജനങ്ങളിലേക്ക് എത്തും. അതിന് വേണ്ടിയിട്ടാണ് ഇ ഗവേണൻസ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. മറ്റുള്ള വികസിത രാജ്യങ്ങളെ പോലെ തന്നെ ഇന്ത്യയും ആദ്യം ഈ ഒരു പ്രോഗ്രാമുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. 1977 കാലഘട്ടങ്ങളിൽ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻ്ററാണ് ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ളത്. ഈ ഒരു ഇ ഗവേണൻസിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് ഈ ഒരു NIC ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുള്ളത്. അതുപോലെ തന്നെ 2006 മെയ് 18 27 മിഷൻ അടങ്ങിയിട്ടുള്ള നാഷണൽ ഇ ഗവേണൻസ് പ്ലാൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യൻ ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അത്രത്തോളം എന്തിനു വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ അപ്ലിക്കേഷൻ ഈ കാര്യങ്ങളുള്ള പ്രൊസീജിയറൊക്കെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇ ഗവേണൻസിൻ്റെ ഇനീഷ്യേറ്റീവ്സ് ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം.
ഫസ്റ്റ് വൺ ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് നമ്മുടെ കേരള ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. നമ്മുടെ IT മിഷൻ്റെ ഭാഗമായിട്ട് ഫാസ്റ്റ്, റിലയബിൾ, ഇൻസ്റ്റൻറ്റ്, എഫിഷ്യൻറ്റ് നെറ്റ്വർക്ക് ഫോർ ദി ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് സർവീസ് ഇൻ പാർട്ട് ഓഫ് ദി കേരള IT മിഷൻ. ഓക്കെ, കേരള IT മിഷൻ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണിത്. ആയിരക്കണക്കിന് വിവിധങ്ങളായിട്ടുള്ള പേയ്മെൻറ്റ് ഈ ഒരു ഓൺലൈനിലൂടെ നടത്താനുള്ള സൗകര്യമാണ് ഈ ഒരു ഫ്രണ്ട്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, മോട്ടോർ വെഹിക്കിൾ ടാക്സ്, ലൈസൻസ് ഫീസ്, റവന്യൂ ടാക്സ്, അതുപോലെ തന്നെ കറണ്ട് ബില്ല്, വാട്ടർ ബില്ല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓൺലൈനിലൂടെ അടക്കാനുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റിയാണ് ഈ ഒരു ഫ്രണ്ട്സോട് കൂടെ നമ്മുടെ കേരള ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, കേരള IT മിഷനാണ് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ സെക്കൻഡ് ഭൂമി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കർണാടക ഗവൺമെൻറ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് ഇത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കർണാടകയിലുള്ള ലാൻഡ് രജിസ്ട്രേഷന് ഓൺലൈനാക്കുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസ്ഡ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, ഈ ഒരു ഭൂമി എന്നുള്ള പദ്ധതി കർണാടക സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇതിലൂടെ 20 മില്യൺസ് ആധാരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പ്യൂട്ടറൈസ്ഡ് ആക്കിയിട്ടുണ്ട് അല്ലേ. 6.7 മില്യൺ ഫാമേഴ്സിന് ഇതുകൊണ്ടുള്ള മെച്ചങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ആധാരം, നമ്മുടെ ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ആധാരങ്ങൾ എന്ത് ചെയ്യാണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആക്കാനാണ് ഈ ഒരു ഭൂമി പറഞ്ഞിട്ടുള്ള പദ്ധതി വന്നിട്ടുള്ളത്. ഓക്കെ, കർണാടക ഗവൺമെൻറ്റാണ് ഈ ഒരു പ്രോജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇ-സേവ, ഇലക്ട്രോണിക് സേവ. ഓക്കെ, ഇലക്ട്രോണിക് സേവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ഇംപ്രൂവൈസ്ഡ് വേർഷൻ ഓഫ് ടീൻസ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഇത് 2001 ഓഗസ്റ്റ് 25-നാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് എന്താണ്, 118 ഡിഫറെൻറ്റ് സർവീസുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ബില്ലടക്കാനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ടാക്സ് അടക്കം, അതുപോലെ തന്നെ ജനന മരണ സർട്ടിഫിക്കറ്റുകളുടെ രജിസ്ട്രേഷന്, അതുപോലെ തന്നെ പാസ്പോർട്ടിനുള്ള ആപ്ലിക്കേഷന്, അതുപോലെ സെയിൽസ് ടാക്സ്, GST പോലുള്ള ടാക്സ് റിട്ടേൺ, അതുപോലെ തന്നെ റെയിൽവേ റിസർവേഷൻ, ബിൽ പേയ്മെൻറ്റ്, എയർടെൽ, ഹച്ച് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഇ-സേവ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് അടക്കാനുള്ള ക്യാഷുകളൊക്കെ എന്താണ്, നമുക്ക് ആ ഓഫീസിൽ പോയി അടക്കണ്ട, ഓൺലൈനിലൂടെ അടക്കാം എന്നുള്ള ഫെസിലിറ്റി ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇ-സേവ എന്ന് പറഞ്ഞിട്ടുള്ളത്. 118 പേയ്മെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സർവീസുകൾ ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം നേടാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റാണ് ഈ ഒരു ഇ-സേവ, ഇലക്ട്രോണിക് സേവ എന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കാർഡും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്താണ്, ആന്ധ്രാപ്രദേശാണ്. കമ്പ്യൂട്ടർ എയ്ഡഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. എന്താണ്, നല്ല സ്പീഡിൽ എഫിഷ്യൻ്റായിട്ട് രജിസ്ട്രേഷൻ അതുപോലത്തെയുള്ള ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു കാർഡ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനീഷ്യേറ്റഡ് ടു മീറ്റ് ഒബ്ജക്റ്റീവ്സ് demystify the registration process, bring speed, efficiency, consistency, reliability, substantiality, improve the citizens interface. ജനങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സർവീസുകൾ നല്ല സ്പീഡിൽ എഫിഷ്യൻ്റായിട്ട് രജിസ്ട്രേഷന് പോലുള്ള ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട്, ഓക്കെ, ലാൻഡിൻ്റെ രജിസ്ട്രേഷന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗവേണൻസ് ഇനീഷ്യേറ്റീവാണ് കാർഡ് എന്നുള്ളത്, കമ്പ്യൂട്ടർ എയ്ഡഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളത്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, സ്പീഡായിട്ട് എഫിഷ്യൻ്റായിട്ട് നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങൾ ഇതിൽ നടത്താം. നെക്സ്റ്റ് ഗ്യാൻദൂട്ട് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മധ്യപ്രദേശാണ്. റൂറൽ ഡിസ്ട്രിക്ട്സിലുള്ള അല്ലെങ്കിൽ റൂറലായിട്ടുള്ള അധികം പുരോഗതിയൊന്നും ഇല്ലാത്ത ഉള്ളേരിയകളിലേക്ക്, അതുപോലെ തന്നെ വില്ലേജ് കമ്മ്യൂണിറ്റീസിനെയും ലക്ഷ്യം വെച്ച് കൊണ്ടിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത്. ഉൾനാടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റാണ് ഈ ഒരു ഗ്യാൻദൂട്ട് എന്നുള്ളത്. ഓക്കെ, മധ്യപ്രദേശിൻ്റെ ഉള്ളേരിയയിലുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ് സർവീസ് എത്താൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. നെക്സ്റ്റ് വിദ്യാവാഹിനി കൊണ്ട് ഉദ്ദേശിച്ചത്, ഇത് MHRD ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്.
ഓക്കെ, MHRD ആണ്. അതുപോലെ തന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒക്കെയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും അതുപോലെ തന്നെ സ്കോളേഴ്സിനും സ്കൂൾസിനും ഒക്കെ എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. മുഴുവൻ ആളുകൾക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഡെവലപ്പ് ചെയ്തത് MHRD ആണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിന് ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള എഡ്യൂക്കേഷന് നമ്മുടെ രാജ്യം മുഴുവനും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു പ്രോജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്, കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ സ്കൂൾ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ഓൾ അക്രോസ് ദി നേഷൻ ടു എക്സ്പ്രസ് ആൻഡ് ഷെയർ ദയർ ക്രിയേറ്റീവ് അക്കാഡമിക് പൊട്ടൻഷ്യൽ വൈ ദി ഇൻ്റർനെറ്റിലൂടെ തന്നെ അക്കാഡമിക്കലായിട്ടുള്ള പൊട്ടൻഷ്യൽസ്, ക്രിയേറ്റിവിറ്റി കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനും അതുപോലെ തന്നെ സ്കൂളുകൾക്കുമൊക്കെ കൊടുത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ത് ഈ ഒരു വിദ്യാവാഹിനി എന്നുള്ളത്. ഇത് IT മിഷനാണ്. ഇത് സ്പ്രെഡ് എഡ്യൂക്കേഷൻ, യൂണിഫോം ക്വാളിറ്റി ഓഫ് കാര്യമായിട്ട് എന്താണ് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻസ് നമ്മുടെ രാജ്യം ഫുള്ള് ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ ക്രിയേറ്റിവിറ്റി അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു പ്രോജക്റ്റ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് താരഹട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാവപ്പെട്ട ജനങ്ങളിലേക്ക് ഒരുപാട് സർവീസുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രോജക്റ്റാണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സർവീസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും അതിലുപരി ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു താരഹട്ട് ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടുള്ളത്. ഹെൽത്തിൽ അതുപോലെ തന്നെ എഡ്യൂക്കേഷനിൽ ഒരു എന്താണ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു താരഹട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിന് കാര്യമായിട്ട് എന്താണ് 50% ആൾക്കാർ എന്താണ് 50%-ലേറെ എന്താണ് ഇതിലൂടെ ഇൻകംസ് കാര്യങ്ങളൊക്കെ ഡിറൈവ് ചെയ്യുന്നുണ്ട്. ദെൻ ഇതിനൊരുപാട് അഡീഷണലായിട്ടുള്ള ഈ ഒരു താരഹട്ടിന് അഡീഷണലായിട്ടുള്ള ഒരുപാട് മറ്റുള്ള പ്രോജക്റ്റുകളും ഉണ്ട്. സോ ഡിഫറെൻറ്റ് സർവീസുകൾ അത്തരത്തിലുള്ള ഈ ഒരു താരഹട്ടിൻ്റെ അണ്ടറിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്കീമുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അച്ചീവിങ് കണക്ടിവിറ്റി ഫോർ ദി പുവർ കേസ് സ്റ്റഡി, എന്താണ് പാവപ്പെട്ട ജനങ്ങളിൽ ഒരുപാട് സർവീസുകൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു താരഹട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ദൃഷ്ടി. ഓക്കെ, ദൃഷ്ടി കൊണ്ട് ഉദ്ദേശിച്ച് എന്താണെന്ന് വെച്ചാൽ എന്താണ് ഇറ്റ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ആൻഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് സർവീസസ്, market related information, private information exchange and transactions. They also provide social benefit like access to education, health informations. എന്താണിത് കാര്യമായിട്ട് 12 സ്റ്റേറ്റുകളിലായിട്ടാണുള്ളത്. സോ വില്ലേജിനെ എന്താണ് പരസ്പരം കണക്ട് ചെയ്യുക. ആസാം, ബീഹാർ, മേഘാലയ, മണിപ്പൂർ, തമിഴ്നാട് പോലുള്ള 12 സ്റ്റേറ്റുകളിലുള്ള വില്ലേജുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇന്ത്യയിലെ ഓരോ വില്ലേജുകളെയും പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദൃഷ്ടി വന്നിട്ടുള്ളത്. വില്ലേജിൽ നിന്നും ഓക്കെ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസ്, അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് വില്ലേജിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ദൃഷ്ടി വന്നിട്ടുള്ളത്. ദെൻ അക്ഷയ, നമ്മുടെ കേരള ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗവേണൻസ് ഇനീഷ്യേറ്റീവാണ് അക്ഷയ എന്നുള്ളത്. എല്ലാ വീടുകളിലും ഇലക്ട്രോണിക് ലിറ്ററസി ഉള്ള ഒരാളെങ്കിലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു അക്ഷയ വന്നിട്ടുള്ളത്. ഇന്ന് നിലവിൽ 10,000-ലധികം ആൾക്കാർക്ക് ഇതിൻ്റെ ബെനഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിലൂടെ അക്ഷയയിലൂടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ലിറ്ററസി നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സർവീസുകൾ അക്ഷയകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ കൺസേർട്ട് കൊണ്ട് ഉദ്ദേശിച്ചത് ഇന്ത്യൻ റെയിൽവേൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നെറ്റ്വർക്കാണത്. ഇന്ത്യൻ റെയിൽവേ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. റെയിൽവേയുടെ പാസഞ്ചേഴ്സിന് അതുപോലെ തന്നെ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ബുക്കിങ്ങിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ്. 1987 ഡൽഹിയിലാണ് ഈ ഒരു കൺസേർട്ട് പറഞ്ഞിട്ടുള്ള ഈ ഒരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സാക്ഷരത കൊണ്ട് ഉദ്ദേശിക്കുന്നത് MHRD ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. എഡ്യൂക്കേഷന് ക്വാളിറ്റി കൂട്ടുക, അതുപോലെ തന്നെ ഒരുപാട് ലേണിംഗ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനിലൂടെ എഡ്യൂക്കേഷന് അതുപോലെ തന്നെ അത്തരത്തിലുള്ള അക്കാഡമിക്കലായിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് നമ്മുടെ MHRD മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഗവേണൻസ് ഇനീഷ്യേറ്റീവാണെന്ത് സാക്ഷരത എന്നുള്ളത്. ഓക്കെ,
സോ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്.